എല്ലാവർക്കും നമസ്കാരം. 5th സ്റ്റാൻഡേർഡിലെ 7th യൂണിറ്റായ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ 3rd ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്തതായി കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ഓർ വൺ പേഴ്സൺ ടു അനദർ പ്ലേസ് ഓർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ആണ്. അതായത് വിവരങ്ങൾ കൈമാറുകയാണ്. ഫ്രം വൺ പ്ലേസ് ഓർ വൺ പേഴ്സൺ, അതായത് ഒരു സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ ഒരാളിൽ നിന്നോ ടു അനദർ പ്ലേസ് ഓർ പേഴ്സൺ എന്ന് വെച്ചാൽ മറ്റൊരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്കോ, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വിവരങ്ങൾ കൈമാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Since ancient time, humans have different means of communication according their needs. അതായത് ഈ പുരാതന കാലം തൊട്ട് തന്നെ മനുഷ്യരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ രീതികളും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഹൗ ഡു വി കമ്മ്യൂണിക്കേറ്റ്, എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അവിടെ 3 കാര്യങ്ങൾ തന്നിരിക്കുന്നത്. ത്രൂ കോൺവെർസേഷൻ, അതായത് സംഭാഷണത്തിൽ കൂടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ത്രൂ റൈറ്റിംഗ്, അതായത് എഴുത്തുകളിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിവരങ്ങൾ കൈമാറാറുണ്ട്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഓവർ ദ ഫോൺ, അതായത് ഫോണിൽ കൂടി നമ്മൾ വിവരങ്ങൾ കൈമാറുന്നു. അടുത്ത നമുക്ക് 3 കൂടി എഴുതാം. ത്രൂ ന്യൂസ് പേപ്പർ, അതായത് ന്യൂസ് പേപ്പറിൽ കൂടി നമ്മൾ വിവരങ്ങൾ കൈമാറുന്നു. ത്രൂ ടെലിവിഷനിൽ കൂടി വിവരങ്ങൾ കൈമാറുന്നു. ത്രൂ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെയൊക്കെയുള്ള സോഷ്യൽ മീഡിയകൾ വഴി വിവരങ്ങൾ കൈമാറുന്നു. അടുത്തതായിട്ട് ഹൗ കുഡ് വൺ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ആൻ ഐഡിയ ടു അനദർ അറ്റ് എ ടൈം വേർ ദെയർ നോ ലാംഗ്വേജ്, സിമ്പിൾസ് ഓർ റൈറ്റിംഗ്സ്. അതായത് നമുക്ക് ഭാഷയോ ചിഹ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് എങ്ങനെയാണ് വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നത്? അതിൻ്റെ ആൻസറായിട്ട് വന്നിരിക്കുന്നത് ത്രൂ ഗെസ്റ്റേഴ്സ്, അതായത് ആംഗ്യങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ വിവരങ്ങൾ കൈമാറാറുണ്ട്. ബൈ മേക്കിംഗ് സ്പെസിഫിക് സൗണ്ട്സ്, അതായത് പ്രത്യേക തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് വിവരങ്ങൾ കൈമാറാറുണ്ട്. പിന്നെ നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. ത്രൂ ഫേഷ്യൽ മൂവ്മെന്റ്, അതായത് മുഖത്തിന്റെ മൂവ്മെന്റ് വഴിയും നമ്മൾ വിവരങ്ങൾ കൈമാറാറുണ്ട്. അപ്പം പണ്ട് കാലങ്ങളിൽ ലാംഗ്വേജോ സിമ്പിളുകളോ റൈറ്റിങ്ങോ ഒന്നും ഇല്ലാതിരുന്ന കാലങ്ങളിൽ ഇങ്ങനെയാണ് വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നത്. എങ്ങനെ? ത്രൂ ഗെസ്റ്റേഴ്സ്, ബൈ മേക്കിംഗ് സ്പെസിഫിക് സൗണ്ട്സ്, ത്രൂ ഫേഷ്യൽ മൂവ്മെന്റ്സ്. അടുത്തായി പേജ് നമ്പർ 127. Early humans expressed their ideas through body and facial movements and sounds. അതായത് പുരാതന മനുഷ്യർ അവരുടെ ഐഡിയകളൊക്കെ പ്രകടിപ്പിച്ചിരുന്നത് ബൈ ബോഡി ആൻഡ് ഫേഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് സൗണ്ട്സ്, അതായത് നമ്മുടെ ശരീരത്തിൻ്റെയും മുഖത്തിൻ്റെയൊക്കെ മൂവ്മെൻറ്റുകൾ വഴിയും അതുപോലെ തന്നെ സൗണ്ടുകൾ വഴി ചില പ്രത്യേക ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ചുമൊക്കെയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ലേറ്റർ ദേ യൂസ്ഡ് ഫയർ ആൻഡ് സ്മോക്ക് ആസ് സൈൻ ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ് ടു ദോസ് ഇൻ ഡിസ്റ്റന്റ് പ്ലേസസ്. അതായത് അവർ പിന്നീട് ഫയർ, തീയ്, സ്മോക്ക്, പുകയൊക്കെ എന്താണ് ദൂരെയുള്ള ആളുകളുമായിട്ട് ഐഡിയ കൈമാറുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഹിസ്റ്റോറിയൻസ് ഒപ്പീൻ ദാറ്റ് ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് യൂസിങ് സിംബൽസ് അബൌട്ട് 30,000 years ago. അതായത് ചരിത്രകാരന്മാരുടെ അഭിപ്രായ പ്രകാരം മനുഷ്യർ 30,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിംബൽസുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. പെയിന്റിങ്സ് ഓൺ ദ വാൾസ് ഓഫ് കേവ്സ് ഇൻ ഏൻഷ്യന്റ് ടൈംസ് ആർ എക്സാമ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡ്യൂറിങ് ദാറ്റ് എറ. അതായത് ഈ കേവുകളിലെ പെയിന്റിങ്സ്, ഗുഹാചിത്രങ്ങൾ എന്ന് പറയും, അതൊക്കെ പുരാതന കാലത്തെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. സിംബൽസ് ആൻഡ് പെയിന്റിങ്സ് വെയർ യൂസ്ഡ് ടു എക്സ്പ്രസ് ഐഡിയാസ്. സിംബലുകളും ചിഹ്നങ്ങളും ചിത്രങ്ങളും ഒക്കെ അവരുടെ ഐഡിയകൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കാൻ തുടങ്ങി. ലേറ്റർ ദേ ഡെവലപ്ഡ് സ്ക്രിപ്റ്റ്സ് ആൻഡ് റൈറ്റിംഗ്സ്. പിന്നീട് അവർ ലിപികളും എഴുത്തുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തു. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഹ്യൂമൻസ് ഡെവലപ്പ് റൈറ്റിംഗ് അബൌട്ട് 5,000 years ago. എന്താണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്? 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്ത് ആരംഭിച്ചത് എന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ദ സുമേറിയൻസ് വെയർ ദ ഫസ്റ്റ് ടു ഡെവലപ്പ് റൈറ്റിംഗ്. സുമേറിയൻസ് ആണ് ആദ്യമായിട്ട് റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദിസ് സ്ക്രിപ്റ്റ് ബിക്കം നോൺ ആസ് ക്യൂനിഫോം. ഈ സ്ക്രിപ്റ്റിനെ അറിയപ്പെടുന്നത് ക്യൂനിഫോം എന്നാണ്. There were writings on clay tablets. അവർ ക്ലേ ടാബ്ലറ്റ്സിലാണ്, അതായത് കളിമണ്ണ് കൊണ്ടുള്ള ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. ലൈക്ക്വൈസ് ഹൈറോഗ്ലിഫിക്സ് ഈസ് അനദർ സ്ക്രിപ്റ്റ് ഫോർമുലേറ്റഡ് ഇൻ ഈജിപ്റ്റ്. അതായത് മറ്റൊരു സ്ക്രിപ്റ്റാണ്, ഈജിപ്തിലുണ്ടായ മറ്റൊരു സ്ക്രിപ്റ്റാണ് എന്ത്, ഹൈറോഗ്ലിഫിക്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എഴുത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം നോക്കിയാലോ. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓർ ലാംഗ്വേജ്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ ഒരു ഡെവലപ്മെന്റിനെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ആൻസർ നോക്കാം. ഏർലി ഹ്യൂമൻസ് എക്സ്പ്രസ്ഡ് ദെയർ ഐഡിയാസ് ത്രൂ ബോഡി ആൻഡ് ഫേഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് സൗണ്ട്സ്. ലേറ്റർ ദേ യൂസ്ഡ് ഫയർ ആൻഡ് സ്മോക്ക് ആസ് സൈൻ ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ് ടു ദോസ് ഇൻ ഡിസ്റ്റന്റ് പ്ലേസസ്. Paintings on the walls of caves in ancient time are example of communication during that era. Symbols and pictures were used to express ideas. Later they developed scripts and writing. It is assumed that humans developed writing about 5000 years ago. The Sumerians were the first to develop writing. The script became known as cuneiform. There were writing on the clay tablets. Likewise, hieroglyphics is another script formulated in Egypt. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ആൻസർ. അടുത്തതായിട്ട് നമുക്ക് അവിടെ രണ്ട് പിക്ചർ തന്നിരിക്കുന്നു. ആദ്യത്തേത് ക്യൂണിഫോം സ്ക്രിപ്റ്റ് ആണ്, രണ്ടാമത്തേത് ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് ആണ്. ഇത് രണ്ടും തയ്യാറാക്കിയിരിക്കുന്നത് ക്ലേ ടാബ്ലറ്റ്സിലാണ്. Given below are script used different eras to convey news and messages. താഴെ തന്നിരിക്കുന്നതാണ് പല കാലങ്ങളിലായിട്ട് വാർത്തകളും സന്ദേശങ്ങളും ഒക്കെ കൈമാറുന്നതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതികൾ. ഒന്നാമത്തേത് ഇമേജ് നോക്കിയാട്ടെ. The surface used to write, അത് സ്റ്റോൺ ആണ്, കല്ലാണ്. അതിന് എഴുതാൻ ഉപയോഗിച്ചിരുന്ന റൈറ്റിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് ഷാർപ്പ് സ്റ്റോൺ ആണ്. അപ്പം കല്ലുകളിൽ കൂർത്ത കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതിയിരുന്നത്. രണ്ടാമത്തേത് കോപ്പർ പ്ലേറ്റ് ആണ്, അതായത് ചെമ്പ് തകിട് എന്നൊക്കെ പറയും. അതിന് എഴുതാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മെറ്റൽ സ്റ്റൈലസ് ആണ്, അതായത് ഈ എഴുത്താണി എന്ന് പറയും. അപ്പം ലോഹത്താൽ നിർമ്മിക്കുന്ന എഴുത്താണിയാണ്, അത് ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതിയിരുന്നത്. അടുത്തത് പാം ലീവ്സ് ആണ്, അതായത് പനയോല എന്ന് പറയും. പനയോലയിലൊക്കെ എഴുതാറുണ്ട്, അല്ലെങ്കിൽ താളിയോല എന്ന് പറയും. അത് എഴുതിക്കൊണ്ടിരുന്നത് സ്റ്റൈലസ് ആണ്, അതായത് എഴുത്താണി അല്ലെങ്കിൽ നാരായം എന്നാണ് അതിനെ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ എഴുതിക്കൊണ്ട് ഇരുന്നത്. അപ്പോൾ നമുക്കവിടെ ഒരു ചോദ്യം തന്നിരിക്കുന്നു. വാട്ട് ആർ ദ മീൻസ് യൂസ്ഡ് ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജസ് നൗ എ ഡേയ്സ്? അതായത് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ന്യൂസുകളും മെസ്സേജുകളും ഒക്കെ കൈമാറുന്നത്? അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ടെലിവിഷൻ, റേഡിയോ, ഇന്റർനെറ്റ്, ന്യൂസ് പേപ്പർ, ടെലിഫോൺ, മൊബൈൽ ഫോൺ. അപ്പോൾ അങ്ങനെ പല ഡിവൈസുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തായി പേജ് നമ്പർ 128. ഇൻ ദ ഏർലി ഡേയ്സ് ഹോഴ്സസ്, ഡോഗ്സ് ആൻഡ് ബേർഡ്സ് വെയർ യൂസ്ഡ് ടു ക്യാരി ന്യൂസ് ആൻഡ് മെസ്സേജസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. പുരാതന കാലത്ത് ഹോഴ്സുകളെയും ഡോഗുകളെയും ബേഡ്സുകളെയും ഒക്കെ ന്യൂസുകൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇമേജ് ഡെപിക്റ്റഡ് ഹിയർ ടു വൺ ഓഫ് ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് ബൈ കിങ്സ് ഇൻ ഏൻഷ്യന്റ് ടൈം ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജസ് ടു ദ പബ്ലിക്. അതായത് ഇവിടെ ഒരു പടം തന്നിരിക്കുന്നു. ആ പടത്തിനകത്ത് കാണിച്ചിരിക്കുന്നത് പുരാതന കാലത്ത്, പണ്ട് കാലത്ത് ഈ രാജാവ് ആളുകളിലേക്ക്, ജനങ്ങളിലേക്ക് വിവരങ്ങളൊക്കെ എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അവിടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിലേക്ക് നോക്കട്ടെ. റോയൽ പ്രൊക്ലമേഷൻസ് പോർട്രേറ്റ്, അതായത് റോയൽ പ്രൊക്ലമേഷൻ ആണ്. പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിളംബരം എന്ന് പറയും, രാജകീയ വിളംബരം. അപ്പം ഒരുപാട് ആളുകൾ കൂടുന്ന ഭാഗങ്ങളിൽ, ഇപ്പം മാർക്കറ്റുകൾ, അങ്ങനെയൊക്കെയുള്ള തെരുവുകൾ ഒക്കെയുള്ള ഭാഗങ്ങളിൽ ഒരുപാട് ആളുകൾ കൂടും. അവിടെ രാജാവിന് ജനങ്ങളെ എന്തെങ്കിലും ഒരു വിവരം അറിയിക്കാനുണ്ടെങ്കിൽ ഇതുപോലെ എന്താണ്, പെരുമ്പറ കൂട്ടി ആളുകൾ വിളിച്ചു പറയും. അപ്പൊ ഇതിനെ പറയുന്നതാണ് പ്രൊക്ലമേഷൻ എന്ന് പറയും, വിളംബരം എന്ന് പറയും. അപ്പൊ ഇതൊരു പുരാതന രീതിയാണ് ആളുകളെ വിവരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി. With the invention of the printing press, the transmission of news and messages become easier. അതായത് നമ്മൾ പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചതോടുകൂടി, അല്ലെങ്കിൽ പ്രിന്റിംഗ് എന്ന് പറയുന്ന രീതി കണ്ടുപിടിച്ചതോടുകൂടി നമ്മൾ ന്യൂസുകളും മെസ്സേജുകളും ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൈമാറാൻ സാധിച്ചു. അടുത്തൊരു എക്സ്റ്റൻഡർ റീഡിംഗ് ആണ്. പ്രിന്റിംഗ് ടെക്നോളജി വാസ് ഇൻവെന്റഡ് ബൈ ദ ചൈനീസ്. അതായത് പ്രിന്റിംഗ് ടെക്നോളജി ആദ്യമായിട്ട് കണ്ടെത്തിയത് ചൈനീസ് ആണ്. ഇൻ ദ ഏർലി ഡേയ്സ് പ്രിന്റിംഗ് പ്രസ് വെയർ ഓപ്പറേറ്റഡ് യൂസിങ് വുഡൻ ബ്ലോക്സ്. അതായത് പണ്ട് കാലങ്ങളിൽ ഈ പ്രിന്റിംഗ് പ്രസ് ഉപയോഗിച്ചുകൊണ്ട് തടികൾ കൊണ്ടുള്ള പ്രിന്റിംഗ് പ്രസ്സുകളാണ്, അതിൻ്റെ ഒരു അച്ചുകളൊക്കെ തടിയിലാണ് നിർമ്മിച്ചത്. ലേറ്റർ ഗുട്ടൻബർഗ്, എ ജർമ്മൻ, ഇൻവെന്റഡ് the iron printing press with advent of printing ideas and news began to spread quickly. അതായത് ജോഹന്നാസ് ഗുട്ടൻബർഗ് എന്ന് പറയുന്ന ആൾ, അവിടെ നമ്മൾക്ക് പടം തന്നിട്ടുണ്ട് ഗുട്ടൻബർഗ് എന്ന്. ആ ജോഹന്നാസ് ഗുട്ടൻബർഗ് ആണ്, അതായത് ജർമ്മനിക്കാരനാണ്. ഇൻവെന്റഡ് ദ അയൺ പ്രിന്റിംഗ് പ്രസ്, അതായത് ഈ ഇരുമ്പ് കൊണ്ടുള്ള പ്രിന്റിംഗ് പ്രസ് അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. With the advent of printing, ideas and news began to spread quickly. അപ്പൊ ഇതിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി വളരെ ഈസി ആയിട്ട് നമുക്ക് ഐഡിയകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആളുകളിൽ എത്തിക്കാനായിട്ട് സാധിച്ചു. അവിടെ 3 പിക്ചർ വന്നിരിക്കുന്നു. ഗുട്ടൻബർഗ്സ് പ്രിന്റിംഗ് പ്രസ്, അതായത് ജോഹന്നാസ് ഗുട്ടൻബർഗിന്റെ പ്രിന്റിംഗ് പ്രസ് ആണ് അത്. ഗുട്ടൻബർഗിന്റെ ഫോട്ടോ തന്നിരിക്കുന്നു. അടുത്തതായിട്ട് സംക്ഷേപ വേദാർത്ഥം, ഇതാണ് മലയാളത്തിൽ പ്രിന്റ് ചെയ്ത ആദ്യത്തെ ഒരു പേപ്പർ എന്ന് പറയുന്നത് ഇതാണ്.
ദ അറൈവൽ ഓഫ് ദ പോസ്റ്റൽ സിസ്റ്റം മെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റർ. അതായത് പോസ്റ്റൽ സംവിധാനം വന്നതോടുകൂടി എന്താണ്, കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റായി, വളരെ സ്പീഡ് കൂടി. പ്രോഗ്രസ് ഇൻ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയുടെ, നമ്മുടെ ഗതാഗതത്തിന്റെ പുരോഗതിയോടുകൂടി ഈ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആവാൻ തുടങ്ങി. ദ പോസ്റ്റൽ സിസ്റ്റം ബിക്കം വൈഡ്ലി യൂസ്ഡ് ടു കൺവേ ഐഡിയാസ്, മെസ്സേജസ് ആൻഡ് ന്യൂസ്. അതായത് പോസ്റ്റൽ സിസ്റ്റം ബിക്കം വൈഡ്ലി, അതായത് പോസ്റ്റൽ സിസ്റ്റം വളരെയധികം വ്യാപകമായി. അതോടുകൂടി നമ്മുടെ എന്താണ്, മെസ്സേജുകളും ഐഡിയകളും ഒക്കെ കൺവേ ചെയ്യാനുള്ള ആ ഒരു സാധ്യത കൂടി വന്നു. Advance in science and technology have paved the way for giant leaps in communication. അപ്പോൾ അതായത് നമ്മുടെ ടെക്നോളജികളും സയൻസും ടെക്നോളജികളും ഒക്കെ വികസിച്ചതോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ, വളരെ ഈസി ആയിട്ട് തന്നെ എന്താണ്, ആശയവിനിമയം നടത്താൻ നമുക്ക് സാധിച്ചു. The invention of the internet and related services has brought revolutionary change in the field of communication. അതായത് നമ്മുടെ ഇന്റർനെറ്റിനെയും അതിന്റെ അനുബന്ധമായ സാധനങ്ങൾ, ഇന്റർനെറ്റ് നമ്മളിപ്പം എന്നും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന്റെ അനുബന്ധമായിട്ട് പല മീഡിയകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നതോടുകൂടി നമ്മൾ എന്താണ്, ഈ വിവരങ്ങൾ കൈമാറുന്നതിനകത്ത് ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടായി. അടുത്തായി പേജ് നമ്പർ 129, മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ മാധ്യമങ്ങൾ ഏതെല്ലാം ആണെന്ന് നോക്കാം. ന്യൂസ് ആൻഡ് മെസ്സേജസ് ആർ എക്സ്ചേഞ്ച്ഡ് മെയിൻലി ഇൻ 2 ways. അതായത് വാർത്തകളും സന്ദേശങ്ങളും ഒക്കെ നമുക്ക് 2 രീതിയിലാണ് കൈമാറാൻ സാധിക്കുന്നത്. ഒന്ന്, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്, മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പം മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 2 രീതിയിലാണ്, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ. ഇനി ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ഓർ ഐഡിയാസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതായത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ്, വിവരങ്ങൾ കൈമാറുന്നു. ആരൊക്കെ തമ്മിൽ? വൺ പേഴ്സൺ ടു അനദർ, ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് വിവരങ്ങൾ കൈമാറുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. The tools used for the same are called interpersonal communication tools. അതായത് ഇതിന് ഉപയോഗിക്കുന്ന ടൂൾസുകളെ നമ്മൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് എന്ന് പറയുന്നു. ആ ടൂൾസ് ഏതൊക്കെയാണെന്ന് താഴെ തന്നേക്ക് നോക്കാം. ഇൻലൻഡ്, ടെലഗ്രാഫ്, ടെലിഫോൺ, ഫാക്സ് മെഷീൻ, ഇന്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ്, ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് വിവരങ്ങൾ കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ്. അപ്പോൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസും നമുക്ക് ഒന്നും കൂടെ പറയാം. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ഓർ ഐഡിയാസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ദ ടൂൾസ് യൂസ്ഡ് ഫോർ ദ സെയിം ആർ കോൾഡ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾ. അതായത് ഈ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളെയാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ താഴെ തന്നിരിക്കുന്നു. അടുത്തായിട്ട് മാസ് കമ്മ്യൂണിക്കേഷൻ. Mass communication is the delivery of a message or idea to a large chunk of people. അതായത് ഒരു കൂട്ടം ആളുകളിലേക്ക്, ഒരാളിലേക്കല്ല, ഒരു കൂട്ടം ആളുകളിലേക്ക്, ഒന്നിൽ കൂടുതൽ ആളുകളിലേക്ക് ഒരേ സമയം വിവരങ്ങൾ അറിയിക്കുന്നതിനെയാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മാസ് മീഡിയ ആർ ദ മീഡിയ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. അപ്പൊ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയയെ പറയുന്ന പേരാണ് മാസ് മീഡിയ എന്ന് പറയും. അതിന്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പബ്ലിക് മീറ്റിംഗ്, സ്ട്രീറ്റ് പ്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു സമയത്ത് ഒരുപാട് ആളുകളിലേക്ക് വിവരങ്ങൾ എത്തിക്കും. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കല്ല, ഒരാളിൽ നിന്നും ഒരു കൂട്ടം ആളുകളിലേക്ക്, ഒരുപാട് ആളുകളിലേക്ക് ഒരേ സമയം എത്തിക്കുന്നതിനെയാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. In addition to the above, idea can be communicated to a large number of people through book, magazine, art forms, movie and social media. ഈ പറഞ്ഞതിനേക്കാൾ കൂടാതെ വേറെ ചില കാര്യങ്ങളും കൂടെ ഇതുപോലെ മാസ് കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഉപയോഗിക്കും. ബുക്സ്, അപ്പം ബുക്കുകൾ എന്ന് പറയുന്നത് ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു സമയത്ത് ഒരുപാട് ആളുകളിലേക്ക് വിവരങ്ങൾ എത്തിക്കും. മാഗസീനുകൾ, ആർട്ട് ഫോംസ് എന്ന് വെച്ചാൽ കലകൾ, അതായത് സിനിമ, നാടകം, ഇങ്ങനെയൊക്കെയുള്ള കലകൾ, മൂവീസ്, സിനിമകൾ, ആൻഡ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പം അറിയാമല്ലോ, നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഒക്കെ അങ്ങനെയൊക്കെയുള്ള സോഷ്യൽ മീഡിയകൾ വഴി നമുക്ക് ഇതുപോലെ ഒരുപാട് ആളുകളിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ സാധിക്കും. ഇതിനെയെല്ലാം നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. അടുത്തായിട്ട് ഒരു എക്സ്റ്റൻഡ് റീഡിംഗ്. ഇന്റർനെറ്റ് ബേസ്ഡ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇന്റർനെറ്റ് ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ലോകത്തിലുള്ള കമ്പ്യൂട്ടറുകളെ എല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്കാണ്.
we get various type of information with the help of the internet. ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് കിട്ടും. Below are some of the advanced communication systems that are being used with the potential of the internet. അതായത് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആണ് താഴെ തന്നിരിക്കുന്നത്. നമുക്ക് അറിയാവുന്നതാണ്, എന്നാലും ഒന്നുകൂടെ നോക്കാം. വീഡിയോ കോൺഫറൻസിങ്. People in remote places can view and talk and exchange idea with the help of the computer. അതായത് കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ഇപ്പൊ മൊബൈൽ ഫോണിന്റെ സഹായത്തോടു കൂടിയിട്ട് ദൂരെയുള്ള ആളുകൾ തമ്മിൽ പരസ്പരം കണ്ട് സംസാരിക്കാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വീഡിയോ കോൺഫറൻസിങ് എന്ന് പറയുന്നത്. അടുത്തത് ഇ-കൊമേഴ്സ്. ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസിങ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടി സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. സാധനങ്ങൾ മാത്രമല്ല, സർവീസ് നമുക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം. അതിനെ നമ്മൾ ഇ-കൊമേഴ്സ് എന്നാണ് പറയുന്നത്. അടുത്തത് ഇമെയിൽ. ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് സെൻഡിങ്, റിസീവിങ് ആൻഡ് കളക്ടിങ് ഇൻ മെസ്സേജസ് യൂസിങ് ഇലക്ട്രോണിക് മീഡിയ. അതായത് ഇലക്ട്രോണിക് മീഡിയ വഴി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സെൻഡ് ചെയ്യുകയോ റിസീവ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം, അതായത് മെസ്സേജുകൾ. അതിനെയാണ് നമ്മൾ ഇമെയിൽ എന്ന് പറയും. അടുത്തത് ടെലിമെഡിസിൻ. Utilizing the service of an expert doctor at a distance with the help of information technology. അതായത് ഈ പറഞ്ഞ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ദൂരെ ഇരിക്കുന്ന ഒരാളുടെ, ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന്റെ സർവീസ് നമുക്ക് ഈ ഇന്റർനെറ്റിൽ വഴി നമുക്ക് നേടാം. അപ്പം ഡോക്ടറെ കാണാൻ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാം. അതിനെയാണ് നമ്മൾ ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ താഴെ ഒരു ചോദ്യം തന്നിരിക്കുന്നു. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ദ ഇമ്പാക്റ്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇന്റർനെറ്റ് ചെലുത്തുന്ന സ്വാധീനത്തെ പറ്റിയിട്ട് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മോളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതിന്റെ ആൻസർ. ആ ആൻസർ തന്നെ നമ്മൾ എഴുതിയാൽ മതി. അതൊരു എക്സ്റ്റൻഡ് റീഡിംഗ് ആയിട്ട് തന്നേ ഉള്ളൂ, പക്ഷെ അത് നമ്മുടെ ഈ ചോദ്യത്തിന്റെ ആൻസർ ആണ്. അടുത്തത് പേജ് നമ്പർ 131. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദ മോഡേൺ സൊസൈറ്റി. അതായത് നമ്മുടെ മോഡേൺ സൊസൈറ്റി, ആധുനിക സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും ഒരു വലിയ റോള് വഹിക്കുന്നുണ്ട്. ദ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ പീപ്പിൾ ഓഫ് ദ വേൾഡ് ടു ഗെറ്റ് ടുഗദർ. അതായത് ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെ വേഗത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത് ഈ ലോക ജനതയ്ക്ക് ഒത്തുചേരാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത്. ദിസ് മേക്സ് ദ വേൾഡ് എ ഗ്ലോബൽ വില്ലേജ്. ഇത് നമ്മൾ എന്തായിട്ട് മാറുന്നു? ഒരു ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കി മാറ്റുന്നു. വി ക്യാൻ യൂസ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ടു ഹെൽപ്പ് ഫ്രണ്ട്ലി ഗാദറിംഗ് ആൻഡ് ടു ഫോസ്റ്റർ ഹ്യൂമൻ വാല്യൂസ്. അതായത് നമ്മൾ സൗഹൃദപരമായ ഒത്തുചേരലിനും മാനവിക മൂല്യങ്ങൾ വളർത്തുന്നതിന് സഹായകരമായ രീതിയിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ പാഠത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി തന്നിരിക്കുന്നത് നമുക്കൊരു മാപ്പാണ്. ഇതിന് പല ഉപയോഗങ്ങളുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആ മാപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.